ബ്രാൻഡഡ് കുർത്തികളുടെയൊക്കെ സ്ലിറ്റ് വരുന്ന ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അവരതിനൊരു പ്രത്യേക ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണോ സാധാരണ സ്ലിറ്റ് വരെ തയ്ച്ച് വെക്കുന്നത് അതുപോലെ തയ്ച്ച് നിർത്തിയേക്കുക. സ്ലിറ്റ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് സീം അലവൻസ് ആണേ. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു ചെറിയ ക്ലോത്തിൽ ഒരു സ്ട്രാപ്പ് പോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ലിറ്റിൻ്റെ ഏരിയ കവർ ചെയ്ത് വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാപ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ ഒപ്പമായിട്ടായിരിക്കണം ആ ക്ലോത്ത് വന്ന് നിൽക്കേണ്ടത്, അവസാനിക്കേണ്ടത്. താഴേക്കും പോകരുത്, ഒരുപാട് മുകളിലേക്കും കയറി പോകരുത്. ഞാനിവിടെ അത് ലെവലാക്കി കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അതേപോലെ വീതി കൃത്യമായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇത് ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ സ്ട്രാപ്പ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ്ങും കിട്ടും, ഒപ്പം തന്നെ നല്ലൊരു സ്ട്രെങ്ത്തും ആ ക്ലോത്തിനുണ്ടാവും. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ആ സൈഡത്തെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നൂല് പൊട്ടിയൊക്കെ പോകാറുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല, നല്ല സെക്യൂർ ആയിരിക്കും. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്തിനെ കട്ട് ചെയ്ത ശേഷം ദാ ഇതേപോലെ ഓരോ സൈഡിലും നമ്മൾ ഈ സ്ട്രാപ്പിനെ ഒരു സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണം. അത്യാവശ്യം നല്ല ഷേപ്പിനൊക്കെ നമ്മൾ തയ്ക്കുന്ന കുർത്തിയിൽ ഇതേപോലെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോഴായിരിക്കുമല്ലോ ഇത് കൂടുതൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ അതിനെ സെക്യൂർ ചെയ്തൊരു സ്ക്വയർ ഷേപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എനിക്കറിയാം നമ്മൾ സാധാരണ സ്ലിറ്റ് തയ്ക്കുന്നതിനേക്കാൾ ഒരു സ്വല്പ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എടുക്കും. എന്നാലും അത് സാരമില്ല. കാര്യം നമുക്ക് നല്ല രീതിയിൽ തയ്ക്കാനും പറ്റും, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനും പറ്റും. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലിറ്റ് മടക്കി അടിക്കുന്നത് അതുപോലെ നമുക്ക് മടക്കി അടിക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, പിന്നീട് ഒരു 1/2 ഇഞ്ച്. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന 1 ഇഞ്ച് എന്നുള്ളത് നമ്മൾ ഫോൾഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ലിറ്റ് സാധാരണ മറ്റേ 1/4 ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്തിട്ട് പിന്നെ 1/4 ഇഞ്ച് മടക്കി അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന കേസിൽ അങ്ങനെ ചെയ്യത്തില്ല. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് സ്ലിറ്റ് വരുന്നിടത്ത് ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വരുമ്പോൾ ഭയങ്കര തടിപ്പ് പോലെ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 1/2 ഇഞ്ച് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ആ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ പ്രഷർ ഫൂട്ടിൻ്റെ ബാക്കിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതാവുമ്പോൾ ഈ ആ ഫോൾഡ് വരുന്നിടത്തുണ്ടാവുന്ന ചുളിവുകൾ തയ്ക്കുമ്പോൾ ആ ചെറിയൊരു ഫോൾഡ് പോലെ ഇങ്ങനെ റോൾ ചെയ്ത് വരുന്ന പോലെ ഒരു ചുളിവ് വരുമല്ലോ, അത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ സ്ലിറ്റ് ഫോക്കസ് ചെയ്ത് മാത്രം തന്നെ ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലിറ്റ് തയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കണ്ടോ, ആ സ്ലിറ്റ് വരുന്ന ആ പോർഷൻ വരുമ്പോഴത്തേനും കൃത്യമായിട്ട് 1/2 ഇഞ്ച് മടക്കി ലെവൽ ചെയ്ത് കൊടുക്കണം. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ ക്ലോത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം വന്ന തുണി ഇങ്ങനെ ചെറുതായിട്ട് ചാടി കിടക്കുന്ന പോലെ കാണും. ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലേ നമുക്ക് ആ കറക്റ്റ് സ്ക്വയർ കിട്ടാനും നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ ഈ സ്ലിറ്റിൻ്റെ ആ കറക്റ്റ് വരുന്നത് ഈ ഒരു പോർഷൻ, ഇത് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് താഴേന്ന് പിടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ 1/2 ഇഞ്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ അവിടം വരേക്കും കൊണ്ട് തയ്ച്ച് നിർത്തിയിട്ട് പ്രഷർ ഫൂട്ട് പൊക്കി ഇതേപോലെ ചെരിച്ച് വെച്ച് വീണ്ടും ആ സ്ട്രാപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഈ കറക്റ്റ് സ്ലിറ്റിൻ്റെ ഏരിയ വരുന്നിടം ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതലും നമുക്ക് ഈ ഓവർലാപ്പ് ചെയ്ത് ക്ലോത്ത് കയറി വരാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് അടിയത്തെ തുണീനെ ഇങ്ങനെ തെന്നിച്ച് മാറ്റി നോക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, മടക്കി അടിച്ചാൽ മാത്രം മതിയല്ലോ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ താഴേന്ന് സ്ലിറ്റ് വരേക്കും തയ്ക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ചുളുക്കമൊന്നും അധികം വരത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് തയ്ക്കുമ്പോഴായിരിക്കും കൂടുതൽ ചുളിവുകൾ സംഭവിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ തള്ളവിരൽ കൊണ്ട് അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു പിടുത്തം പോലെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഒരുപാടൊന്നുമില്ല, താഴേക്ക് വരെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ആ താഴത്തായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം എവിടെയാണ്, ദാ ഇവിടെ. അപ്പോൾ ശരി, അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.